ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പാഠത്തിൻ്റെ പേര്? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വായിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്? മലയാളത്തിൽ നമ്മൾ പറയുക അധിനിവേശവും ചെറുത്തുനിൽപ്പും. അപ്പോൾ നമ്മളിന്ന് യൂണിറ്റ് 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ് കേൾക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പോകാം. നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ജെയിംസ് ഫുൾച്ചർ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്തിലെ ചെറിയൊരു ഭാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് ആധിപത്യം സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവരാദ്യം ഇവിടെ വാണിജ്യ ശ്രമങ്ങൾ നടത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്കത് വായിച്ച് സ്പീഡ് ഒന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നോക്കാം. ഇൻ ഏപ്രിൽ 1601 ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എക്സ്പെഡിഷൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ്. അപ്പം 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആദ്യത്തെ കപ്പൽ വ്യൂഹം എങ്ങോട്ട് അയക്കുന്നത്? ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ സം 18 months ഇസ് 4 ships അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ ആൻഡ് സൂസൻ. അപ്പോൾ 18 മാസങ്ങൾക്ക് ശേഷം ഇവർ അയച്ച ഷിപ്പിൻ്റെ പേര് പറയുകയാണ്. ഏതൊക്കെ ഷിപ്പാണ്? അസെൻഷനും, ഡ്രാഗണും, ഹെക്ടറും, സൂസനും. ഈ 4 ഷിപ്പുകൾ 11 മാസത്തിന് ശേഷം എവിടെ നിന്നാണ് പോകുന്നത് നോക്കിയേ? had returned from Sumatra and Java with a cargo mainly of pepper. അപ്പം ഒരുപാട് ഉൽപ്പന്നങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുരുമുളകുമായിട്ട് തിരിച്ച് എവിടെ എത്തി? വന്ന സ്ഥലത്തേക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവർ അയക്കുന്നത്, അങ്ങോട്ട് തന്നെ തിരിച്ചെത്തുവാണ്. ഓക്കെ, ദെൻ ഇതൊരു സക്സസ്ഫുൾ ജേണി ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്? ദ സക്സസ് ഓഫ് ദിസ് വെഞ്ചർ ലെഡ് ടു എ സെക്കൻഡ് എക്സ്പെഡിഷൻ ബൈ ദ സെയിം ഷിപ്സ് വിച്ച് ലെഫ്റ്റ് ലണ്ടൻ ഇൻ മാർച്ച് 1604. അപ്പം ഇത്തരത്തിൽ വന്ന് ഇരട്ടി ലാഭം കൊയ്യുന്നൊരു ബിസിനസ് പോലെ ആയതുകൊണ്ട് തന്നെ ഇവർ 1604 മാർച്ചിൽ രണ്ടാമത് ഇതേ ദൗത്യം, ഇതേ കപ്പലിനെ അയച്ച് വിടുകയാണ്. ഇതിന് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൺ ദ റിട്ടേൺ ജേണി Hector and Susan set off first, but Susan was lost at sea and Hector was rescued by Ascension and Dragon. അപ്പോൾ നോക്കുക, അങ്ങനെ ഈ ദൗത്യം കഴിഞ്ഞിട്ട് 2 ഹെക്ടറും സൂസനുമാണ് ആദ്യം മടങ്ങുന്നത്. ഈ 2 ഷിപ്പാണ് മടങ്ങുന്നത്. പക്ഷേ സൂസൻ കടലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? തകർന്നു പോവാണ്. സൂസൻ വാസ് ലോസ്റ്റ് അറ്റ് സീ. ഓക്കെ, കടലിൽ വെച്ചിട്ട് തകർന്നു പോവാണ്. ദെൻ ഹെക്ടർ വാസ് റെസ്ക്യൂഡ് ബൈ അസെൻഷൻ ആൻഡ് ഡ്രാഗൺ. അപ്പം നെക്സ്റ്റ് ഹെക്ടറും സൂസനുമാണ് വന്നത്. ഇനി ബാക്കിയുള്ള ഹെക്ടറാണ്. അപ്പോൾ പിന്നാലെ രണ്ടാമത് വന്ന ഷിപ്പ് ഏതൊക്കെയാണ്? അസെൻഷൻ, ഡ്രാഗൺ എന്ത് ചെയ്യാണ്? ഹെക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. അതിനിടയിൽ കടലിൽ നിന്ന് ഒരുവിധം എല്ലാ നാവികരും തന്നെ എന്ത് ചെയ്യണം? മിക്ക നാവികരും തന്നെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ മെയ് 1606 ദ ഷിപ്സ് ലോഡഡ് വിത്ത് കാർഗോ ഓഫ് പെപ്പർ, ക്ലോവ്സ് ആൻഡ് നട്ട്മെഗ്സ് റീച്ച്ഡ് ഇംഗ്ലണ്ട്. അതിനുശേഷം 1606 മെയ്യിൽ എന്ത് ചെയ്യാണ്? കുരുമുളകും അതുപോലെ ഗ്രാമ്പൂവും ജാതിക്കൊക്കെ നിറച്ച ഒരു കപ്പൽ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ചു കഴിഞ്ഞിട്ട് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോക്കുക. ദ കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 95% ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ എത്രയാണോ അവർ മുടക്കിയത്, അതിൻ്റെ 95% ഇവരുടെ ലാഭം. അപ്പം 1601 ഏപ്രിൽ 1601 ആദ്യത്തെ അറ്റംപ്റ്റ്, രണ്ടാമത് 1604 മാർച്ചിലാണ്, പിന്നെ നെക്സ്റ്റ് 1606. പക്ഷേ അതായത് 2ാം തവണ വലിയൊരു അപകടം ഉണ്ടായിട്ടും അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പത്തും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിനി ആ ഭാഗത്തേക്കാണ് പോകുന്നത്. കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആഫ്റ്റർ റീഡിങ് the above account, do you see how the English East India Company in England, which later conquered India, established trade links in the eastern region including India? അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, അതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് വ്യാപാരത്തിലൂടെ ഇന്ത്യയെ അടക്കി ഭരിച്ചത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നമ്മൾ വായിച്ചത് ഇവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് നമ്മൾ വായിച്ചത്. ഇനി നോക്കാം. ലെറ്റ് us examine what prompted the English East India Company to trade in such a difficult condition. ഇത്രയും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ, ഇല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിയ വ്യാപാരത്തിന് എന്തിനാണ്
എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രമിച്ചിട്ടുണ്ടാവുക? അതിന് എന്താണ് മെയിനായിട്ട് അവർക്ക് തരുന്ന പ്രോഫിറ്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്രം ആൻഷ്യൻ ടൈംസ്. യൂറോപ്യൻസിന് എന്തുണ്ടായിരുന്നു? പ്രാചീന കാലം മുതൽക്ക് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, ഏഷ്യ വാസ് ഓൾസോ ഇൻക്ലൂഡഡ് ഓൺ ദിസ്. ഇതിൽ ഏതും പെട്ടിരുന്നു? ഏഷ്യയും കൂടി പെട്ടിരുന്നു. ദിസ് കണക്ഷൻ ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ആൻ ഈസ്റ്റ്വാർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് ദ 15th century. ദ മെയിൻ റീസൺ ഫോർ ദിസ് ആർ ആസ് ഫോളോസ്. അപ്പം നോക്കാം. അപ്പം ഏഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ ഇതര ഭാഗങ്ങളിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ യൂറോപ്യർക്ക് എന്തുണ്ടായിരുന്നു? വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് 15ാം നൂറ്റാണ്ടിൻ്റെ എൻഡോടുകൂടി ഇവരെന്ത് ചെയ്യാണ്? യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു സമുദ്രപാത കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഈ സമുദ്രപാത കണ്ടെത്തിയിട്ട് ഇത്തരത്തിലുള്ള വാണിജ്യമൊക്കെ നടത്താനുണ്ടായ കുറച്ച് കാരണങ്ങളുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ യൂറോപ്യൻസ് വാണിജ്യ മേഖലയിൽ മുന്നിൽ നിൽക്കാനുണ്ടായ കുറച്ച് കാരണങ്ങളുണ്ട്. അതാണ് പ്രധാന ഘടകങ്ങളാണ് ഇനി നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. ആ ഷിപ്പ് ബിൽഡിങ്ങും സെയിലിങ്ങും നമ്മളെ മനസ്സിലാടെ ഓർത്ത് വെക്കാം. എന്താണ്? യൂറോപ്യൻസിന് ഈ കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ഈ കപ്പൽ യാത്രയിലും സാങ്കേതികമായിട്ട് നല്ലൊരു പുരോഗതി കൈവരിച്ച വിഭാഗമായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണേ. ഓക്കെ, 2 ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജിയോഗ്രഫി. അവർക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല അറിവുള്ളവരായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരറിവ് യാത്രയിൽ അവരുടനീളം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിലുണ്ടായ വളർച്ചയാണ് രണ്ടാമത്തെ പോയിന്റ്. 3 അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. അപ്പം അതുപോലെ തന്നെ എന്താണ്, അവർ ഈ ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്ന കോമ്പസും അതുപോലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിലൊക്കെ പുരോഗതി ഉണ്ടായി. ഇതും ഒരു കാരണമായി. ഓക്കെ, നെക്സ്റ്റ് 4th പോയിന്റ് നോക്കിയേ, ട്രാവൽ റൈറ്റിംഗ്സ് വോയേജസ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അതായത് നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നൊക്കെ അറിവ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, നമ്മളവിടെ സമ്പത്ത്, ആ ഭാഗങ്ങളിലുള്ള സമ്പത്തിനെ കുറിച്ചുള്ള അറിവ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഭാഗം, അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങളിലൊക്കെ പകർന്നു കിട്ടിയ അറിവും അനുസരിച്ചാണ് ഇവർ പോകുന്നത്. നമ്മളത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരാം, നമ്മൾ പണ്ട് യാത്രാ വിവരണങ്ങളാണെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളെവിടെയും യാത്ര പോകാനുള്ള നിൽക്കുമ്പോൾ നമ്മൾ നോക്കുക, എടാ ഇന്ന സ്ഥലത്ത് നമുക്കൊരു ടൂറ് പ്ലാൻ ചെയ്യണം എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, യെസ് ആടാ ഈ വ്ളോഗർ ഇത് ചെയ്തിട്ടുണ്ടല്ലേ, വ്ളോഗേഴ്സിൻ്റെ വ്ളോഗൊക്കെ നോക്കി നമ്മൾ ചെയ്യാറുണ്ട്. അന്ന് യാത്രാ വിവരണങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ന് എന്താണ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര പോകാറുണ്ട്. ഓക്കെ, അതുപോലെ ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ഈ പറഞ്ഞ യാത്രാ വിവരണങ്ങളും ആ ഓരോ പ്രദേശങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് നോക്കിയടാ, ദ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. അപ്പം യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു. ആ ഡിമാൻഡ് തന്നെയാണ് മറ്റൊരു റീസൺ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. അപ്പം തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ഒരു കാരണമായി. പക്ഷെ നമ്മൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് കൊണ്ട് എന്താണ് കാരണം എന്നും പറയണമെങ്കിൽ നമ്മൾക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ തൊട്ടിപ്പുറം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. നോക്കുക, കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യയ്ക്കിടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ഇൻ ഏഷ്യ. അത് നോക്കുക, അതായത് കോൺസ്റ്റാന്റിനോപ്പിളും എന്ന് പറയുന്നത് ഒരു ഏഷ്യയ്ക്ക് യൂറോപ്പിനുള്ള പ്രധാന കേന്ദ്രമാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കരമാർഗത്തിലുള്ള വ്യാപാര ബന്ധം ഏതുവഴിയായിരുന്നു? ഈ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. അപ്പോൾ നോക്കുക, ഇൻ 1453 the Turks captured this place which prevented further European trade using this hub. അപ്പോൾ 1451 തുർക്കികൾ എന്ത് ചെയ്തു? ഇവിടെ പിടിച്ചടക്കി. ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. എന്നിട്ട് എന്ത് പരിപാടിയാക്കി? ആ വഴിയിലെ വ്യാപാരം അങ്ങ് തടഞ്ഞു. അതുകൊണ്ടാണ് യൂറോപ്യൻസ് എന്തുണ്ടായത്? പുതിയ പാത കണ്ടെത്താൻ വേണ്ടി നിർബന്ധിതരായത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി ബാക്കി നോക്കിയേ, ദ പോർച്ചുഗീസ് were the first Europeans to reach India by sea. അപ്പോൾ അത് ഓർത്ത് നോക്കാം, ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇൻ ഇന്ത്യ ബൈ സീ.
നോക്കാം. കടൽമാർഗ്ഗം ആദ്യം ഇന്ത്യയിൽ എത്തിയതാരാണ്? പിന്നെ ആളുടെ പേര് ഓർത്ത് നോക്കുക, വാസ്കോഡ് ഗാമയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വന്നതൊക്കെ നമ്മൾ ഉന്നത ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് മറന്നു പോകണ്ട. നെക്സ്റ്റ് നോക്കുക, വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ കണ്ടില്ലേ? ഫസ്റ്റ് എന്താ പറയുന്നത്? ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ 1948 വാസ്കോഡ് ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. ഹിസ് അറൈവൽ പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ ഇന്ത്യ. 1498 കോഴിക്കോടുള്ള കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ ആരെത്തുന്നത്? വാസ്കോഡ് ഗാമ എത്തുന്നത്. അപ്പോൾ ഈ വരവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നെ യൂറോപ്യൻസിൻ്റെ ആധിപത്യത്തിന് വഴിപാകിയ ഒന്നായിരുന്നു എന്ന് പറയാം. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം കോഴിക്കോട് വാസ് റൂൾഡ് ബൈ ദ സമോറിൻ ഡൈനാസ്റ്റി. ദ അറബ്സ് കൺട്രോൾഡ് ദ ഫോറിൻ ട്രേഡ് വിത്ത് ദ കോഴിക്കോട്. അപ്പോൾ ഈ വാസ്കോഡ് ഗാമ ഇവിടെ എത്തുന്ന സമയത്ത് ആരാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത്? സമോറിൻ ഡൈനാസ്റ്റി, സാമൂതിരി രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് പിന്നെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് അറബികളുമായിട്ടായിരുന്നു. ഓക്കെ, അപ്പം വിദേശ വ്യാപാരങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? അറബികളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ആരെവിടെ എത്തുന്നു? വാസ്കോഡ് ഗാമ എത്തുകയാണ്. ഓക്കെ, ദ സമോറിൻ ഡിഡ് നോട്ട് accept the demand of the Portuguese to expel the Arabs and grant them exclusive trading rights. അപ്പോൾ ഇവർ വന്നവിടെ എന്താ പറഞ്ഞത്? പിന്നെ ഈ അറബുകളെ ഒഴിവാക്കിയിട്ട് പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി തരണം എന്നാണ് ഗാമയുടെ ആവശ്യം. വന്നപാട് ഗാമ ആവശ്യപ്പെട്ടത് ഇതാണ്. ഓക്കെ, അറബുമായിട്ടുള്ള വാണിജ്യ ബന്ധം ഉപേക്ഷിക്കുക, എന്നിട്ട് അത് ആർക്ക് കൊടുക്കുക? പോർച്ചുഗീസുകാർക്ക് തരിക എന്നുള്ളതാണ്. പക്ഷേ സാമൂതിരി ഇത് ആക്സെപ്റ്റ് ചെയ്തോ? ഇല്ല, സാമൂതിരി ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നോക്കുക, then following this, Vasco da Gama obtained permission for trade from then Kolathiri king of Kannur. അപ്പോൾ സാമൂതിരി ഇത് അംഗീകരിച്ചിട്ടില്ല. അതിനുശേഷം ഗാമ കണ്ണൂരിലെത്തി. അതുപോലെ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? വ്യാപാര അനുമതി നേടിയെടുക്കുകയാണ്. അതിനുശേഷം ആരിൽ നിന്നാണ് ഇത് നേടിയെടുക്കുന്നത്? കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നാണ് ഈ ഒരു അനുമതി നേടിയെടുക്കുന്നത്. ഓക്കെ, he then returned to Portugal after collecting products including pepper. Vasco da Gama returned home with goods worth 60 times more than the cost of his journey എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ കണ്ണൂരിലെ കോലത്ത് രാജാവ് എന്ത് കൊടുത്തു? വ്യാപാര അനുമതി കൊടുക്കുകയും കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയിലധികമാണ് ഇദ്ദേഹത്തിന് തിരിച്ചു പോകുമ്പം അങ്ങോട്ട് കൊണ്ടുപോയ ചരക്കുകളിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ പാഠഭാഗത്ത് നമുക്ക് ഈ പാരഗ്രാഫ് നമുക്ക് ക്ലിയർ ആവുന്നത്. മനസ്സിലായ മക്കളെ? ദ പ്രോഫിറ്റ് ജനറേറ്റഡ് ഇൻ ദിസ് ജേർണി എൻകറേജ്ഡ് ദ പോർച്ചുഗീസ് ടു മേക്ക് സിമിലർ കൊമേഴ്ഷ്യൽ ട്രിപ്സ് ടു ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ വരവിൽ ഒരുപാട് ലാഭം ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ വേണ്ടി പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലേക്ക് ഒരുപാട് കച്ചവട യാത്രകൾ അവർ നടത്തുകയാണ്. ദ സമോറിൻ ഡിഡ് നോട്ട് ഗിവ് ദ പോർച്ചുഗീസ് എ മൊണോപ്പൊളി ഇൻ ട്രേഡ്. അപ്പം ഈ വ്യാപാര കുത്തക പിന്നെ സാമൂതിരി എന്ത് ചെയ്തില്ല? പോർച്ചുഗീസുകാർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? ദിസ് ലെഡ് ടു കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ സമോറിൻ ആൻഡ് ദ പോർച്ചുഗീസ്. അപ്പം പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ എന്തുണ്ടായി? പ്രശ്നങ്ങളുണ്ടാവണം. ശക്തമായ പിന്നെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് പറയുക, സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്ന് പറയാം. ദ പോർച്ചുഗീസ് ഹാഡ് to face stiff resistance from the കുഞ്ഞാലി മരക്കാസ് who were the naval chief of the Samorin. പക്ഷേ ഏറ്റവും ശക്തമായിട്ട് പിന്നെ പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരെയായിരുന്നു എന്ന് പറയും. ഓക്കെ, കുഞ്ഞാലി മരക്കാരോടാണ് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. ആഫ്റ്റർ ദ എറ ഓഫ് കുഞ്ഞാലി മരക്കാസ് ദ പോർച്ചുഗീസ് ഡിഡ് നോട്ട് ഫേസ് മച്ച് ത്രെറ്റ് ഫ്രം ഇന്ത്യ. പക്ഷേ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ലാസ്റ്റ് പേജ് നമ്പർ 9 ലാസ്റ്റ് ആണ് കുഞ്ഞാലി മരക്കാർ. കണ്ടില്ല മക്കളെ? ഓക്കെ, ദ കുഞ്ഞാലി മരക്കാസ് പ്രൊട്ടക്റ്റഡ് ദ സമോറിൻ ആൻഡ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഫ്രോം ദ അറ്റാക്സ് ഓഫ് ദി പോർച്ചുഗീസ്. അപ്പം പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്ന് സാമൂതിരിയും അതുപോലെ തന്നെ പശ്ചിമ തീരപ്രദേശങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തത് ആരായിരുന്നു? കുഞ്ഞാലി മരക്കാരായിരുന്നു. ഓക്കെ, കുഞ്ഞാലി മരക്കാർ വാസ് എ ഡെസിഗ്നേഷൻ ഫോർ പീപ്പിൾ ഹാവ് ഒക്കുപ്പൈഡ് ദിസ് പൊസിഷൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേഷനാണ്, ഒരു സ്ഥാനപ്പേരാണ്. ഓക്കെ, അപ്പം 4 പേര് വ്യത്യസ്ത കാലഘട്ടത്തിൽ ഈ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി തേർഡ് ഡിഫീറ്റഡ് പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ഫോർ ചാലിയം. അപ്പം നോക്കാം, കുഞ്ഞാലി 3-ാമൻ
എന്ത് ചെയ്തിട്ടുണ്ട്? ചാലിയം ഫോർട്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ കുഞ്ഞാലി ഫോർ വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഗോവ വിത്ത് ദ ഫോൾ ഓഫ് കുഞ്ഞാലീസ് ദ ഡിക്ലൈൻ ഓഫ് ദ സമോറിൻ ഓൾസോ ബിഗിൻ. അപ്പോൾ കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഗോവയിൽ വെച്ചിട്ട് വധിച്ചു. ഓക്കെ, അതുപോലെ വിത്ത് ദ ഫാൾ ഓഫ് കുഞ്ഞാലിമാരുടെ പതനത്തോടുകൂടി ഡിക്ലൈൻ ഓഫ് ദ സാമോരിസിൻ ഓൾസോ ബേക്കാൻ, സാമൂതിരിമാരുടെ പതനവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ മക്കളെ, നമ്മുടെ പേജ് നമ്പർ 10 ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പേജിൽ നമുക്ക് പിന്നെ കുറച്ച് ഫോട്ടോസ് കാണാം, ചിത്രങ്ങൾ കാണാം. ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. ബിക്കോസ് എന്താണ്, നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്തു തരും. അപ്പോൾ മുൻപത്തെ സോഷ്യലിൻ്റെ ക്ലാസ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാഠം കഴിഞ്ഞപാടാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ദ കോൺടാക്ട് ബിറ്റ്വീൻ India and the Portuguese resulted in Malayalam receiving these words from the Portuguese language. അപ്പം നമ്മൾ അവിടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളുമായിട്ട് സംബന്ധിച്ച് പറയുകയാണ്, ഇന്ത്യയും പോർച്ചുഗീസുകാരുള്ള ബന്ധത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ഒരുപാട് പദങ്ങൾ മലയാളത്തിലേക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, കാഷ്യൂ ട്രീ. ഓക്കെ, പറങ്കിമാവ്, പപ്പായ, ഗ്വാവ, ദെൻ പേരക്ക അല്ലേ, ആൻഡ് പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തി. 2, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ദെൻ ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദമാന്തിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദി പോർച്ചുഗീസ്. അപ്പം പിന്നെ കൊച്ചിയും ഗോവയും ദമാന്തിയു എന്നീ പ്രദേശങ്ങളൊക്കെ ആരുടെ അണ്ടറിലായി? പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അവർ അച്ചടി വിദ്യ, പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു. ദെൻ ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗംകളി വേർ പോപ്പുലറൈസ്ഡ്. അപ്പം പിന്നെ കലാരൂപങ്ങളാണ്, 2 കലാരൂപങ്ങളുടെ പേര് പറയുന്നുണ്ട്, ചവിട്ടുനാടകവും മാർഗംകളിയും. ഈ കലാരൂപങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ്, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് ചാർട്ടേഡ്. അതായത് യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങളൊക്കെ ഉണ്ടായി. ദെൻ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. അതായത് യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളൊക്കെ അഭ്യസിപ്പിച്ചു എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വർ സ്റ്റാർട്ടഡ്. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമ്മൾ കാണുന്നത് എന്താ, പിന്നെ പോർച്ചുഗീസുകാർക്ക് ശേഷം നമ്മളിവിടെ ആര് വന്നു? ഡച്ചുകാർ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ക്വസ്റ്റ്യൻ്റെ ആയാലും ആൻസർ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു തരുവേ. അപ്പം കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദ ഡച്ച് ആണ് കേട്ടോ, ഡച്ചുകാരെ കുറിച്ചാണ്. അപ്പോൾ നോക്കുക, ദ യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് വേർ ഫ്രം ഹോളണ്ട്, നെതർലാൻഡ്സ്. അപ്പോൾ നോക്കുക, പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻസ് അത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. ഓക്കെ, അവരെന്ത് പേരിൽ അറിയപ്പെട്ടത്? ദേ ആർ ഓൾസോ നോൺ ആസ് ദ ഡച്ച്. അവരറിയപ്പെട്ടത് ഡച്ചുകാർ എന്നുള്ള പേരിലായിരുന്നു. നോക്കുക, നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുര were the major trading centers of the Dutch in India. അപ്പോൾ ഈ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അഹമ്മദാബാദും ബറോച്ചു, നാഗപട്ടണം, ചിൻസുര തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു പറഞ്ഞു. ഓക്കെ, ദ ഡച്ച് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ഇൻ ദെയർ കോമ്പറ്റീഷൻ ഫോർ മൊണോപ്പൊളി ഇൻ ട്രേഡ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ആർക്കാണ് ഇവിടെ ആധിപത്യം ഉണ്ടായിരുന്നത്, കച്ചവട ആധിപത്യം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്ക് ആയിരുന്നെങ്കിൽ ഡച്ചുകാരെന്ത് ചെയ്തു? ഈ പോർച്ചുഗീസുകാരെ അവരുടെ കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ഡച്ചുകാർ അധികാരം കയ്യിലെത്തുന്നു. ഓക്കെ, ഇതാണ് ഡച്ചുകാരെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായില്ല മക്കളെ? ഇനി നമ്മൾ പറയുന്നത് എന്താ നോക്കിയേ, ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഓക്കെ, ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്താ നോക്കുക. ഇൻ 1741 മാർത്താണ്ഡവർമ്മ ഹു റൂൾഡ് ട്രാവൻകൂർ ക്ലാഷ്ഡ് വിത്ത് ദ ഡച്ച് കുളച്ചൽ നിയർ കന്യാകുമാരി. അപ്പം നോക്കുക, 1741 മാർത്താണ്ഡവർമ്മ, അതായത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ എവിടെ വെച്ചിട്ടാ? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിൽ വെച്ചിട്ട് ഏറ്റുമുട്ടിയെന്നാണ് പറയുന്നത്. 1741 മാർത്താണ്ഡവർമ്മ ഹൂൾ ട്രാവൻകൂർ ക്ലാഷ്ഡ് വിത്ത് ദ ഡച്ച് കുളച്ചൽ നിയർ കന്യാകുമാരി. With the defeat in this war, the Dutch lost their supremacy in India. അപ്പോൾ ഈ യുദ്ധത്തിൽ എന്താണ്, ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. അതായത് യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഓക്കെ, ദിസ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. അപ്പം ഒരു
ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെടുന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയും കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുളച്ചിൽ യുദ്ധം എന്താണെന്ന് ക്ലിയർ ആയില്ലേ? 1741 മാർത്താണ്ഡവർമ്മ പിന്നെ എവിടെയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. ആരെ പരാജയപ്പെടുത്തുന്നു? ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അതുപോലെ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ അടുത്ത് നിന്ന് ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെടുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം. നോട്ട്സൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അതുപോലെ പിന്നെ എല്ലാ ക്ലാസ്സും കാണാം കേട്ടോ. എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സമയക്കുറവാണ്, നമ്മൾ ലേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണാം, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.